നമസ്കാരം. ശബരിമല സന്നിധാനത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച പുതിയ റിപ്പോർട്ടുകൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിധത്തിലുള്ള വൻതോതിലുള്ള അഴിമതിയിലേക്കും അതോടൊപ്പം തന്നെ ക്രമക്കേടുകളിലേക്കും ഒക്കെ തന്നെ വിരൽ ചൂണ്ടുകയാണ്. ശ്രീകോവിലിനുള്ളിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളപ്പാളികളിലുമൊക്കെ തന്നെ പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, വ്യാളി രൂപങ്ങൾ, ശിവരൂപങ്ങൾ, പ്രഭാമണ്ഡലങ്ങൾ എന്നിവയിൽ നിന്ന് പോലും വ്യാപകമായിട്ട് സ്വർണം അപഹരിക്കപ്പെട്ടതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ അതീവ സുരക്ഷാ മേഖലയിലുള്ള വിഗ്രഹങ്ങളിലും തൂണുകളിലും 7 പാളികളിലായി സംരക്ഷിക്കപ്പെട്ടിരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്. ഇത് കവർച്ചയുടെ വ്യാപ്തി ഏറെ വർദ്ധിപ്പിക്കുകയാണ്. ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ദീർഘകാലമായിട്ട് നടന്ന ഒരു കൊള്ളയാണെന്നാണ് SIT കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. ഈ കൊള്ളയുടെ പിന്നിലെ പ്രവർത്തന രീതികൾ തികച്ചും ആസൂത്രണം ചെയ്യപ്പെട്ട ഒന്നാണെന്ന് അന്വേഷണ സംഘം സാക്ഷ്യപ്പെടുത്തുന്നു. സന്നിധാനത്ത് നിന്ന് കടത്തിയ സ്വർണം പൂശിയ ചെമ്പുപാളികളും ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ശില്പങ്ങളും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലാണ് എത്തിച്ചിരുന്നത്. അവിടെ വെച്ച് രാസമിശ്രിതങ്ങളൊക്കെ ഉപയോഗിച്ച് ചെമ്പിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു. ഈ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9-ാം പ്രതി പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്ക് ഈ പ്രക്രിയയിൽ നേരിട്ട് പങ്കുണ്ട്. പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് ഒക്ടോബർ 15-ന് 109 ഗ്രാമും ഗോവർദ്ധനിൽ നിന്ന് ഒക്ടോബർ 24-ന് 474 ഗ്രാമും സ്വർണം കണ്ടെടുത്തെങ്കിലും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഇനിയും കണ്ടെത്താനുണ്ട്. ഇതിനായി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യലിൽ മന്ത്രിയുടെ മൊഴികളിൽ ഗൗരവകരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ ഉള്ളതായിട്ട് SIT നിരീക്ഷിച്ചു. ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സന്നിധാനത്തെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനോ തടയാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് ഭരണപരമായിട്ടുള്ള വലിയ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ 12 വിദേശ യാത്രകളെക്കുറിച്ചും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ യാത്രകൾക്ക് സ്വർണ്ണക്കടത്തുമായോ കൊള്ളയുമായോ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണായകമായി മാറ്റുന്നതായിരിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ ഉന്നത നേതൃത്വവും ഈ കേസിൽ പ്രതിക്കൂട്ടിലാണ്. മുൻ ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ നിലവിൽ റിമാൻഡിലാണ്. താൻ ദൈവതുല്യമായി കരുതിയിരുന്നവർ തന്നെ ചതിച്ചുവെന്ന പത്മകുമാറിന്റെ ആ പ്രസ്താവന CPM-ലെ ഉന്നത നേതാക്കളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. മാലിന്യങ്ങളോട് സംസാരിക്കാറില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണതലത്തിലുള്ള ഉന്നതരുടെ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയോ ജീവനക്കാരുടെയോ മാത്രം ഒത്താശയോടെ ഇത്രയും വലിയൊരു കൊള്ള നടക്കില്ലെന്നും ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള സംരക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന സൂചന. വിജയകുമാറിനെ പോലെയുള്ള രാഷ്ട്രീയ ബന്ധമുള്ള ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഈ വാദത്തെ ബലപ്പെടുത്തുന്നു. അന്വേഷണത്തിൽ സർക്കാർ തലത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കെ ഹൈക്കോടതിയുടെ കർശനമായിട്ടുള്ള നിരീക്ഷണം അത് SITക്ക് കരുത്താകുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അന്വേഷണം മന്ദഗതിയിലാക്കാനായിട്ട് നീക്കമുണ്ടായെങ്കിലും കോടതിയുടെ ഇടപെടൽ മൂലം അന്വേഷണ ഉദ്യോഗസ്ഥരായ ശശിധരൻ IPS-നും വെങ്കടേഷിനുമൊക്കെ തന്നെ ശക്തമായി കേസുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നു. സർക്കാരിനോടല്ല, മറിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോടാണ് തങ്ങൾക്ക് ഉത്തരവാദിത്തമെന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണമെന്ന പൊതുവികാരം ഇപ്പോൾ ശക്തമാണ്. രാഷ്ട്രീയമായ അവിശുദ്ധ ബന്ധങ്ങൾ അന്വേഷണത്തെ ബാധിച്ചാൽ അത് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ജീവിതത്തെ പോലും ബാധിക്കുമെന്ന സൂചനകളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ശബരിമലയിലെ പവിത്രമായ ആചാരങ്ങളെയും സമ്പത്തിനെയും തൊട്ടുകളിച്ച ഈ വൻ സ്രാവുകൾ ആരെല്ലാമാണെന്ന് പുറത്തു കൊണ്ടുവരിക എന്നത് അന്വേഷണത്തിന്റെ അന്തിമ ലക്ഷ്യമാണ്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്താൻ ശ്രമിച്ചതും ചെന്നൈ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണം വേർതിരിക്കലുമൊക്കെ തന്നെ ഒരു അന്തർ സംസ്ഥാന ലോബിയുടെ സാന്നിധ്യം ഇവിടെ വ്യക്തമാക്കുന്നു. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം നഷ്ടപ്പെട്ട ഓരോ തരി സ്വർണവും കണ്ടെടുക്കാനും ഈ മഹാപാപത്തിന് മുന്നിൽ പ്രവർത്തിച്ച ഉന്നതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും SITക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പാർട്ടിയുടെ പ്രതിരോധങ്ങൾക്കപ്പുറമായിട്ട് സത്യം പുറത്തു വരുമെന്ന് പൊതുജനങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കുകയാണ്.